ഇന്ത്യൻ ഭരണഘടനയെ തന്നെ കുന്തവും കുടച്ചക്രവുമായി തോന്നുന്ന മന്ത്രി സജി ചെറിയാൻ കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നതും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് തന്നെ കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ 9ാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ച് നാണം കെടുത്തുകയാണ് മന്ത്രി. കുട്ടികൾ ഇങ്ങനെ ഒരു പാലത്തിനടിയിൽ ഇരുന്ന് പുകവലിച്ചതിനാണോ ഈ എക്സൈസിന്റെ തമ്മാടികൾ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നത്. പ്രതിഭ MLA പങ്കെടുത്ത അതേ വേദിയിൽ വെച്ച് തന്നെയായിരുന്നു സജി ചെറിയാന്റെ ഈ പിന്തുണ. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു എന്നും സജി ചെറിയാൻ പറയുകയാണ്. ഇനി പുകവലിച്ചിട്ടാണോ ജയിലിൽ പോയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചതും കൂട്ടുപിടിച്ചതും MT വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭയെയാണ്. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MT വാസുദേവൻ നായർ എന്നും അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് സജി ചെറിയാൻ MTയെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. കഞ്ചാവ് വലിച്ചതിനാണ് MLAയുടെ മകനെ എക്സൈസ് പിടിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ 9ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു. അല്ല, പുകവലി എന്ന് തന്നെ കരുതിയാലും ഇങ്ങനെയാണോ ഒരു മന്ത്രി വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് കേരളം ചോദിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഈ വാക്ക് കേട്ടാൽ ആരെങ്കിലും ഇത് അംഗീകരിക്കുമോ എന്ന് കേരളം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിഭ MLAയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ്. കുട്ടികൾ കൂട്ടുകൂടണ്ടേ, അത് നല്ല കാര്യമാണ്. ഇച്ചിരി വർത്തമാനം പറഞ്ഞിരുന്നു, ആരോ വന്നു പിടിച്ചുകൊണ്ടുപോയി. ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തുവെന്നൊന്നും ആ കേസിൽ ഇല്ല. FIR താനും വായിച്ചു, പുകവലിച്ചു എന്ന് മാത്രമാണ് കേസ്. ഇതിനാണ് ന്യായീകരിക്കുന്നതും അദ്ദേഹം എക്സൈസിനെ പുലഭ്യം പറയുന്നതും. ഞാനും പുകവലിക്കുന്നയാളാണെന്നും വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും, പറയാനത് പേടിയൊന്നുമില്ല, പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാണ്. അങ്ങനെ MT വാസുദേവൻ നായർ ബീഡി വലിക്കുന്നയാളാണ്, കെട്ടുകണക്കിന് ബീഡി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും, ആ ശീലമുണ്ട് എന്നായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം. പുകവലിയും കഞ്ചാവ് വലിയും വിദ്യാർത്ഥികളും കുട്ടികളും ഇനി തുടരണം എന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശമാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി, പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പുകവലിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് എന്തിനാണ് ഇടുന്നതെന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. ഈ ഇരിക്കുന്നവന്മാർ ചെയ്ത കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ വലിയ പുസ്തകം തന്നെ എഴുതാമെന്ന് ഈ കേസ് പിടിച്ചെടുത്ത എക്സൈസിനെയും അതുപോലെ ക്രമസമാധാന സേനയെയും പരിഹസിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യുകയാണ് കേരളത്തിൻ്റെ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. കുട്ടികൾ കമ്പനിയടിക്കുന്നതിനെ വളരെയധികം ന്യായീകരിക്കുകയും പുകവലിക്കുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്യുന്നതിനെ ഇങ്ങനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയെ ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ കഞ്ചാവ് വലിച്ച ഒരു കുട്ടിയെ വളരെ സമർത്ഥവും ലാഘവത്തോടു കൂടിയും ന്യായീകരിക്കുകയാണ് മന്ത്രി. കഞ്ചാവ് വലിച്ചോട്ടെ, അതിലെന്ത് തെറ്റാണുള്ളതെന്നും മൈക്ക് കെട്ടി പറയുന്നത് ഒരു മന്ത്രിയാണ്. ഇങ്ങനെയുള്ള കുട്ടികളെയും യുവാക്കളെയും ലഹരി നൽകി വളർത്തിയെടുക്കുന്നതാണ് CPMന്റെ നേതൃത്വം എന്നുള്ള വലിയ മുൻപേയുള്ള ആരോപണത്തിന് ഉത്തരം നൽകുന്നതാണ് സജി ചെറിയാന്റെ പ്രസ്താവന. തെറ്റുപറ്റിയാൽ ശിക്ഷിക്കണമെന്നോ അല്ല, ഗുണദോഷിച്ച് വിടുകയോ ചെയ്യാമെന്നൊന്നുമല്ല പറയുന്നത്. പകരം പുകവലിച്ചാലും കഞ്ചാവ് വലിച്ചാലും അത് തെറ്റാണോ എന്നാണ് മന്ത്രി ചോദിച്ചിരിക്കുന്നത്. ഇത് വരും നാളുകളിൽ വലിയ ചർച്ചയാകും എന്നതിൽ സംശയമില്ല. ഇത് ലഹരി നൽകുന്ന ഇടങ്ങളിൽ പാർട്ടിക്ക് ആളെ ലഭിക്കുന്നു എന്ന ഒരു സത്യമുള്ളപ്പോൾ അതിനെ മന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടു നോക്കാം. എതിരാളി പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി പറഞ്ഞു, പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ, ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു, ഞാനും പുക വലിക്കുന്നതാണ്, വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയും. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാൽ വീടി വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചില കാശിയില്ല. പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലാതെ ഇങ്ങോട്ട് വന്നത്.
ഈ ഇരിക്കുന്നവരെ ഓരോരുത്തർ അവർ കാണിച്ച പണിയെല്ലാം കൂട്ടി വെച്ചാൽ എത്ര പുത്ത് എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ അവർ കമ്പനി അടിക്കും, വർത്താനം പറയും, ചിലപ്പം ഒരു വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6 കുട്ടികൾ മരിച്ചു, മിടുക്കരായ കുട്ടികൾ. ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. 6 കുട്ടികൾ മരിച്ചു, ഞങ്ങളെല്ലാം പോയി. സങ്കടം വരും, കാരണം ഏറ്റവും നല്ല മിടുക്കരാണ്. കാരണം എൻട്രൻസിൽ 1ാം റാങ്ക് മേടിച്ചു വന്നവരാണ്. ആ മാതാപിതാക്കളുടെ കണ്ണുനീർ കാണും. അവർ ചെയ്ത് തെറ്റെന്താ? അവർ വൈകിട്ട് സിനിമ കാണാൻ പോയി. മാതാപിതാക്കൾ എന്ത് ചെയ്യും? 7 പേര് പോകേണ്ട വണ്ടി 12 പേര് പോയി. മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? പോയ വണ്ടിക്ക് ടയറുമില്ല, കാറ്റുമില്ല, ബ്രേക്കുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപകടം ഉണ്ടായി 6 കുഞ്ഞുങ്ങൾ. ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള 6 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അത് ആലോചിക്കൂ. ആ മാതാപിതാക്കളെ വേട്ടയാണെങ്കിൽ എന്തായിരിക്കും? പ്രതിഭാകരയുടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടിക്കൂട്ടി നിന്നു. അതിന് പ്രതിഭാകരി എന്തുവാ? ഒരു സ്ത്രീയല്ലേ? നീ ആ പരിഗണന കൊടുക്കല്ലേ? എത്ര ദിവസമായിട്ട് അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുകയാണ്. ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയല്ലേ, പാർട്ടി നേതാവല്ലേ, MLA അല്ലേ, പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ. നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ. ഉടനെ അവരെ അങ്ങ് വർഗീയ, അപ്പോൾ അവർ വർഗീയ. പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു ചട്ടത്തി ഞാനിങ്ങനെ കപ്പ കടനയും വെച്ചോണ്ട് ഇങ്ങോട്ട് പോകാം. എല്ലാവരെയും കൊടുത്തങ്ങനെ കേട്ടോ. ആ പ്രതിഭാകരി MLA ആയ ശേഷം അവരെ മനസമാനത്തിൽ ഒറ്റ രാത്രി കിടത്തി ഉറങ്ങിയിട്ടില്ല ഈ പറ്റേ പുള്ളി.